ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ ജി എസ് ടിയിൽ എപ്പോഴും ചിരപരിചിതമായി കേൾക്കുന്ന ചില റിട്ടേൺസാണ് ജി എസ് ടി ആർ 1, ജി എസ് ടി ആർ 3B. അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് ടേംസാണ് ജി എസ് ടി ആർ 2A, ജി എസ് ടി ആർ 2B. നമുക്കറിയാം ജി എസ് ടി ആർ 1 എന്ന് പറയുമ്പോൾ നമ്മൾ അതാത് മാസത്തെ സെയിൽസിൻ്റെ ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസാണ് ജി എസ് ടി ആർ 1 നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജി എസ് ടി ആർ 2A അതുപോലെ തന്നെ ജി എസ് ടി ആർ 2B നമുക്ക് ഒരു ടാക്സ് പെയർക്ക് അയാളുടെ സൈറ്റിൽ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആവും. അപ്പോൾ ഈ ജി എസ് ടി ആർ 2A 2B എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് ജി എസ് ടി ആർ 2Aയിലും ജി എസ് ടി ആർ 2Bയിലും നമുക്ക് ലഭ്യമാകുക. അപ്പോൾ ജി എസ് ടി ആർ 1 പോലെ ജി എസ് ടി ആർ 2Aയിലോ ജി എസ് ടി ആർ 2Bയിലോ നമുക്ക് നമ്മളെന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരികയുണ്ടായി. നമുക്ക് അതിൽ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ജി എസ് ടി ആർ 2Aയിലും ജി എസ് ടി ആർ 2Bയിലും നമുക്ക് പുതിയതായിട്ട് ഒന്നും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു ടാക്സ് പെയർക്കില്ല. നമുക്ക് നോക്കാം, ജി എസ് ടി ആർ 2Aയിൽ നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അതിന് പ്രിസ്ക്രൈബ് ടൈമിനുള്ളിൽ അവർ ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി ആർ 2Bയിലേക്ക് അത് കയറി വരും. ജി എസ് ടി ആർ 2Bയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ വേറെയുണ്ട്. പക്ഷെ നമുക്ക് പുതിയതായിട്ട് ഒന്നും നമുക്ക് അതിൽ എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്കതിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ജി എസ് ടി ആർ 2Aയിലും ജി എസ് ടി ആർ 2Bയിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സംശയം പലർക്കും വന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. കൂടുതൽ അക്കൗണ്ട്സിനെ പറ്റിയും ജി എസ് ടിയെ പറ്റി അറിയാനായിട്ട് സ്റ്റേ ട്യൂൺ വിത്ത് ക്യാപിറ്റാക്സ് ഇന്ത്യ. താങ്ക് യു.